എന്നെ അമ്മയുടെ പ്രതിഷേധത്തിന് സാക്ഷിയാക്കി ഉയർത്തതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് അനിത ടോണി. ഞാൻ കോട്ടയം കുറവിലങ്ങാട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദു ആയിരുന്നു. കല്യാണം കഴിച്ചിരിക്കുന്നത് ക്രിസ്ത്യനാണ്. അങ്ങനെയാണ് ഞാൻ ഈശോയെ അറിഞ്ഞതും മാമോദീസയിലൂടെ ഈശോയുടെ സ്വന്തമായതും. ഞാൻ 2019 ഞാൻ എൻ്റെ അപ്പച്ചൻ ഹസ്ബൻഡിൻ്റെ പപ്പ വഴിയാണ് ഞാൻ കൃപാസനം മാതാവിനെക്കുറിച്ച് അറിഞ്ഞത്. അന്ന് എനിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നിരുന്ന സമയമാണ്. പ്രൊഫഷണലി ഞാനൊരു നേഴ്സാണ്. അങ്ങനെ അപ്പച്ചൻ ഉടമ്പടി എടുത്തിരുന്നു. ഇവിടെ അപ്പച്ചൻ്റെ നിയോഗമായി എൻ്റെ ജോലിയുടെ കാര്യം വെച്ചിരുന്നു. അതിന് പ്രകാരം ഞാൻ സൗദിയിലേക്ക്, കേരള സർക്കാരിൻ്റെ ODPC വഴി ഞാൻ സൗദിയിലേക്ക് പോയി. അവിടെ എനിക്ക് ICU എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് കിട്ടിയത്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. കാരണം എനിക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ലാംഗ്വേജ് പ്രോബ്ലം, അവിടുത്തെ ഡോക്ടേഴ്സും സീനിയേഴ്സും എല്ലാം നല്ല രീതിയിൽ എന്നെ ടോർച്ചർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു മാസത്തിന് ശേഷം എനിക്കൊരു ഡൗട്ട് തോന്നി. ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ആ ഹോസ്പിറ്റലിൻ്റെ റൂൾ പ്രകാരം ഫസ്റ്റ് 3 മന്ത് പ്രൊബേഷണറി പീരീഡിൽ പ്രഗ്നൻ്റ് ആയാൽ ടെർമിനേറ്റ് ചെയ്യും. എനിക്ക് അവിടുത്തെ ഡ്യൂട്ടിയുടെ ബുദ്ധിമുട്ടൊക്കെ കാരണം ടെർമിനേഷൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എനിക്ക് വളരെ സന്തോഷമായിരുന്നു എന്നെ ടെർമിനേറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ. പക്ഷേ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഓർത്തപ്പം അതിലും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ചീഫ് നഴ്സിംഗ് ഓഫീസർ എന്നെ വിളിച്ച് പറഞ്ഞു, നീ ICUവിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം, ഡെലിവറി ടൈം ആകുമ്പോൾ നിനക്ക് ലീവ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്തു. ICUവിലെ കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നു. അതിനുശേഷം മാർച്ചിൽ ഞാൻ 8 മാസമായപ്പോഴത്തേക്കും മാർച്ച് 26 ഞാൻ നാട്ടിലേക്ക് വരാനാണ് ഇരുന്നത്. ആ സമയത്ത് കോവിഡ് തുടങ്ങി. അങ്ങനെ ഇന്ത്യ ടു സൗദി, സൗദി ടു ഇന്ത്യ എല്ലാ എയർപോർട്ടും ക്ലോസ് ചെയ്തു. എനിക്ക് വരാൻ പറ്റാതെയായി. അങ്ങനെ ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരുപാട് സംഘടനകളുണ്ടായിരുന്നു അവിടെ, മുസ്ലിം സഹോദരങ്ങളുടെയൊക്കെ. അവരൊക്കെ എനിക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പക്ഷേ ഫ്ലൈറ്റൊന്നും തുടങ്ങിയില്ല. അങ്ങനെ ഞാൻ അവിടെ തന്നെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത ആനി ചേച്ചി പറഞ്ഞ് ഞാൻ ഇവിടെ അവിടെ ഇരുന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്, മാതാവ് ഞാൻ കേരളത്തിൽ എൻ്റെ ഒരു കാല് വെച്ചതിന് ശേഷം ഞാൻ ഡെലിവറി ആയിക്കോട്ടെ. കാരണം എൻ്റെ പ്രീവിയസ് സിസേറിയൻ ആയിരുന്നു. രണ്ടാമത് സിസേറിയൻ തന്നെയാണ് ഡോക്ടേഴ്സൊക്കെ പ്രിഫർ ചെയ്തത്. അപ്പോൾ അവിടെ സിസേറിയൻ ചെയ്യണമെങ്കിൽ ഒരു 11,000 റിയാൽ, നാട്ടിലൊരു 2.5 ലക്ഷം രൂപയോളം വരുമായിരുന്നു. ഓൾറെഡി ഞാൻ കടവും ലോണും ആയിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ വീണ്ടും എനിക്ക് നാട്ടിൽ നിന്ന് പൈസ അയച്ചു തരേണ്ടി വരും അങ്ങോട്ട്. അങ്ങനെ 8 മാസം കഴിഞ്ഞു, 9 മാസം കഴിഞ്ഞു, ഫ്ലൈറ്റൊന്നും തുടങ്ങിയില്ല. മെയ് 18 എൻ്റെ ഡെലിവറിയുടെ ഡേറ്റ്. മെയ് മാസമായി. അങ്ങനെ ഞാൻ 40 വീക്കും കംപ്ലീറ്റ് ആയി. നോർമലായിട്ട് ആൾക്കാരൊക്കെ ഡെലിവറി ആവുന്ന സമയം കഴിഞ്ഞു. എന്നിട്ടും എനിക്ക് നാട്ടിലേക്ക് പോരാൻ പറ്റിയില്ല. അങ്ങനെ ദമാമിൽ നിന്ന് മെയ് 12 ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിന് തന്നെ എനിക്ക് നാട്ടിലേക്ക് വരാൻ സാധിച്ചു. മെയ് 12 നാട്ടിലെത്തി. മെയ് 18 എൻ്റെ സിസേറിയൻ കഴിഞ്ഞു. അങ്ങനെ എനിക്ക് ദൈവം അനുഗ്രഹിച്ച്, മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഒരു കുഞ്ഞിനെ കിട്ടി. അതാണ് എൻ്റെ രണ്ടാമത്തെ മോള് ഇവ. പിന്നെ അതിനുശേഷം 2023 ഞാൻ വീണ്ടും സൗദിയിലേക്ക് തിരിച്ചു പോയായിരുന്നു. എനിക്ക് അവിടുന്ന് അവർ 79 ദിവസമാണ് ലീവ് തന്നത്. പക്ഷെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഒരു 3 മാസമെങ്കിലും എനിക്ക് കുഞ്ഞിൻ്റെ കൂടെ നിൽക്കാൻ പറ്റണമേ എന്ന്. ആ സമയത്ത് ഇന്ത്യയിൽ നിന്ന് തിരിച്ചു ഫ്ലൈറ്റില്ലായിരുന്നു. അങ്ങനെ എനിക്ക് കുഞ്ഞിൻ്റെ കൂടെ 5.5 മാസം നാട്ടിൽ നിൽക്കാൻ പറ്റി. അതിനുശേഷം ഞാൻ തിരിച്ചുപോയി. 2023 ജൂലൈയിൽ ഇവയ്ക്ക് വീണ്ടും ന്യൂമോണിയ വന്ന് വളരെ സീവിയർ ആയിരുന്നു. അങ്ങനെ അവളെ ഞങ്ങളുടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ നിന്ന് കാരിത്താസിലേക്ക് റെഫർ ചെയ്തു. അപ്പം ഞാൻ സൗദിയിലായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇവയെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നോളാം, അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവൾ സൗഖ്യപ്പെട്ടു. 2023 ഒക്ടോബർ 18 ഞാൻ നാട്ടിലേക്ക് വന്നത്. നാട്ടിലേക്ക് അന്ന് ഞാൻ എല്ലാവരോടും അവസാനമായിട്ട് ഒന്നുകൂടി യാത്ര പറയാമെന്ന് കരുതി ICUവിലൊക്കെ പോയി തിരിച്ചു വന്നു. അപ്പം അവിടെ താഴെ ഞാൻ എന്തോ കാലിങ്ങനെ എടുത്തു വെച്ചപ്പോൾ താഴെ കിടക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ നോക്കിയപ്പോൾ ഒരു കാശുരൂപമായിരുന്നു. കൃപാസനം മാതാവിൻ്റെ ഒരു ചെറിയ കാശുരൂപമായിരുന്നു. അങ്ങനെ ഞാൻ ആ കാശുരൂപം എടുത്തു. അപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിൽ വന്നു, ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ മാതാവിനെ ഓർമ്മിച്ചതാണ്, നീ ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ നാട്ടിലെത്തി. അതിനുശേഷം എനിക്കൊരു യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകണമെന്ന് ആഗ്രഹമായിരുന്നു. 2024 ജനുവരി ഞാൻ ജർമ്മൻ പഠിക്കാനായിട്ട് പോയി. അന്ന് എൻ്റെ അമ്മ, ഹസ്ബൻഡിൻ്റെ അമ്മയാണിത്, ഹസ്ബൻഡിൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടേ ഞാൻ ഉടമ്പടി പ്രാർത്ഥനകൾ, പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ഒക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് തൊട്ടേ എനിക്കത് മനഃപ്പാഠമായിരുന്നു. അങ്ങനെ ഞാൻ A1 A2 ഒക്കെ നല്ല രീതിയിൽ പാസ്സായി. എന്നെക്കൊണ്ട് സാധിക്കും. അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇത് എളുപ്പമാണെന്ന് വിചാരിച്ചു. പക്ഷേ B1 എത്തിയതോടെ എൻ്റെ കോൺഫിഡൻസെല്ലാം പോയി. എനിക്ക് മനസ്സിലായി ഇനി ഇത് എൻ്റെ കഴിവുകൊണ്ട് നടക്കത്തില്ല. അങ്ങനെ B2 ആകുമ്പോഴത്തേക്കും 90 ദിവസമല്ലേ ഉള്ളൂ, ഓക്കെ ഉടമ്പടി എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ജൂലൈ 7, 2024
7-ാം തീയതി ഞാൻ പെട്ടെന്ന് ഇങ്ങ് വന്ന് എടുത്തതാണ്. അതിനുശേഷമാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണല്ലോ എന്നൊക്കെ എൻ്റെ ഓർമ്മയിൽ വന്നത്. അങ്ങനെ 7/7/2024 ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുത്തു. ഓഗസ്റ്റ് 27 ഞാൻ 2 മൊഡ്യൂൾ എഴുതി. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഞാൻ പാസ്സായാലും ഞാൻ അഹങ്കരിക്കാൻ ഇടവരരുത്. അതുകൊണ്ട് തന്നെ എന്ന് തോന്നുന്നു ദൈവം ഒരു മൊഡ്യൂൾ എനിക്ക് പാസ്സായി, ഒരു മൊഡ്യൂൾ ഞാൻ ഫെയിലായി. ആ ഒരു മൊഡ്യൂൾ എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള മൊഡ്യൂളാണ് എന്നെ പാസ്സാക്കിയത്. എൻ്റെ കൂടെ വന്ന എല്ലാവരും ഫെയിലായി, ഞാൻ മാത്രം ഒരു മൊഡ്യൂൾ പാസ്സായി. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെയുണ്ട്, മാതാവ് എന്നെ പാസ്സാക്കിയതാണ്. പിന്നെ എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട സമയമായി. അങ്ങനെ ഒക്ടോബറിൽ ഞാൻ ഉടമ്പടി പുതുക്കി. അപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഞാനൊരു സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു, ഈശോയെ ഞാൻ ഈ അടുത്ത ആദ്യത്തെ ഉടമ്പടി നിനക്ക് സ്വീകാര്യമായിരുന്നെങ്കിൽ, സ്വർഗത്തിനും പിതാവായ ദൈവത്തിനും എൻ്റെ ഉടമ്പടി സ്വീകാര്യമായിരുന്നെങ്കിൽ എന്നെ ഒരു മഴവിൽ കാണിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ കുറവലങ്ങാട് പള്ളിയിൽ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ആ പള്ളിയുടെ ആർച്ചിന് ചുറ്റിനും ഒരു മഴവിൽ വന്നു. അതെനിക്ക് ഭയങ്കര ദൈവത്തിന് എൻ്റെ ഉടമ്പടി സ്വീകാര്യമായല്ലോ, എനിക്ക് സന്തോഷമായി. അത് കഴിഞ്ഞ് അടുത്ത 2 മൊഡ്യൂൾ എഴുതി. അത് 2 നല്ല മാർക്കോടുകൂടി എനിക്ക് ദൈവം പാസ്സാക്കി തന്നു. ഈ എക്സാമിന് പോയപ്പോഴൊക്കെ ഞാൻ ചെന്നൈയിലാണ് എഴുതിയത്. തമിഴ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെ എല്ലാം വഴി കൂടെ നടന്ന് ഞാൻ എല്ലാവർക്കും പത്രം കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ എക്സാമിന് മുമ്പ് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. എൻ്റെ നെയിലിൻ്റെ അവിടെ എക്സാമിന് കയറുമ്പോൾ ഒരുപാട് ചെക്കിങ് ഉള്ളതുകൊണ്ട് നെയിലിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഉപ്പ് കൊണ്ടുപോയത്. അങ്ങനെ ഞാൻ എക്സാം പാസ്സായി. പിന്നെ ഒരു മൊഡ്യൂൾ ഫെയിലായതിന് വേണ്ടിയിട്ട് എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഒത്തിരി നാൾ അന്വേഷിച്ചു. അവസാനം എനിക്കൊരു ഡിസംബർ 8 എന്നുള്ള ഡേറ്റ് കിട്ടി. അപ്പം ഞാൻ ഓർത്തു, ഡിസംബർ 7 ആയിരുന്നെങ്കിൽ മാതാവിൻ്റെ ദിവസമാണല്ലോ. അപ്പം കലണ്ടറിൽ നോക്കിയപ്പോൾ ഡിസംബർ 8 8 ഞായറാഴ്ചയാണ്. അപ്പം ഏജൻറ്റിനെ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞു, സോറി ഡിസംബർ 7-ാം തീയതിയാണ് എക്സാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉറപ്പിച്ചു ഞാനത് പാസ്സായി, കാരണം മാതാവിൻ്റെ ദിവസമാണല്ലോ. അങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവ് തരുന്ന എക്സാം പാസ്സാക്കി തരുവാണെങ്കിൽ മാതാവിൻ്റെ 7 എന്നുള്ള സംഖ്യ ആ മാർക്കിലുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് 70 മാർക്ക് കിട്ടി, ഞാൻ പാസ്സായി. അതിനുശേഷം പ്രോസസ്സിങ് തുടങ്ങി. ആദ്യത്തെ ഒരു ഏജൻസി കൊടുത്തു, അത് ഫേക്കാണെന്ന് മനസ്സിലായി, അതിൽ നിന്ന് മാറി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാനൊരു ഏജൻസിയിൽ കൊടുത്തത്. ആ ഏജൻസിയിൽ പെട്ടെന്ന് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ കിട്ടി. എനിക്ക് ഒരു മെഡിക്കൽ കോളേജ്, ജർമ്മനിയിലെ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം അച്ഛൻ പറയുന്നത് പോലെ എൻ്റെ പ്രോസസ്സിങ് ഫുള്ള് ഒച്ച എഴുതുന്ന പോലെ എഴുതാൻ തുടങ്ങി. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി, നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും മൊത്തം എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഏറ്റവും അധികം എന്നെ കുറ്റപ്പെടുത്തിയത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ഇതൊരിക്കലും നടക്കില്ല, നീ ഉടമ്പടി എടുത്തിട്ടും കാര്യമില്ല എന്നൊക്കെ പറയുമായിരുന്നു. എങ്കിലും ഞാൻ ഉടമ്പടിയിൽ ഉറച്ച് തന്നെ നിന്നു. ഞാൻ എല്ലാ 3 മാസം കൂടുമ്പോഴും കറക്റ്റ് ഡേറ്റ് ആകുമ്പോൾ തന്നെ ഞാനിവിടെ വന്ന് പുതുക്കിയിരുന്നു. എല്ലാ മാസവും ഞാൻ പത്രം മേടിച്ചു കൊടുക്കുമായിരുന്നു. അതിനുശേഷം എൻ്റെ വർക്ക് പെർമിറ്റ് വരുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഉടമ്പടി എടുത്ത കുട്ടിയാണ്. അവൻ്റെ തിരിയിൽ ഒരു 3-ാം തീയതി എന്ന് കാണിച്ചു. ആ 3-ാം തീയതി, ഫെബ്രുവരി 3-ാം തീയതി തന്നെയാണ് എൻ്റെ വർക്ക് പെർമിറ്റ് വന്നത്. അതിനുശേഷം വിസയ്ക്ക് വെക്കാൻ ബാംഗ്ലൂർക്ക് പോയി. വിസയ്ക്ക് വെക്കുവാൻ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് തന്നതിൽ നോട്ട് മോർ ദാൻ 1 ഇയർ. എൻ്റെ വാലിഡിറ്റി ഓൾറെഡി കഴിഞ്ഞായിരുന്നു. 1 ഇയറിൽ കൂടുതൽ പാടില്ല. എൻ്റെ ഓൾറെഡി 1.5 വർഷം കഴിഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ മെറിറ്റ് മുഴുവൻ പോയി. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ആ ബാംഗ്ലൂർ വിസ സെൻറ്ററിൽ എത്തുന്നിടം വരെ ഞാൻ ഓരോ സ്ഥലത്തും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. അതിനുശേഷം വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. എന്നോട് അവർ ഒന്നും ചോദിച്ചില്ല, ഒരു ക്വസ്റ്റ്യനും ചോദിച്ചില്ല. മാർച്ച് 12-ാം തീയതി 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, വിസ ഡിസ്പാച്ച് ആയെന്ന്. മാർച്ച് 14-ാം തീയതി വിസ എൻ്റെ കയ്യിൽ കിട്ടി. ഞാനും ഹസ്ബൻഡും കൂടെ ഇവിടെ വന്ന് മാതാവിൻ്റെ മുന്നിൽ വെച്ചാണ് വിസ ഓപ്പൺ ചെയ്തത്. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്, മാതാവ് എനിക്ക് വിസ കിട്ടുവാണെങ്കിൽ എൻ്റെ 7-ാം പേജിൽ എനിക്ക് അടിച്ചു തന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് വിസ വേണ്ട. അങ്ങനെ തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കാരണം എനിക്ക് ഒരു മെറിറ്റും ഇല്ല. വിസ ഓപ്പൺ ചെയ്തപ്പോൾ അത് എൻ്റെ 7-ാം പേജിൽ തന്നെയാണ് എനിക്ക് അടിച്ച് കിട്ടിയിരുന്നത്. അതിനുശേഷം വീണ്ടും പ്രോസസ്സിങ് ലേറ്റായി. അവർ ഏജൻസി ഓരോരോ കാരണങ്ങൾ പറഞ്ഞു. അക്കോമഡേഷൻ കിട്ടുന്നില്ല. അതിനുശേഷം ഞാൻ ഗൂഗിൾ മാപ്പിൽ എനിക്ക് എവിടെയാണോ ജോലി ചെയ്യാൻ പോകുന്നത് ആ സ്ഥലം ഞാൻ ഗൂഗിൾ മാപ്പിൽ എടുത്തിട്ട് അവിടെ മൊത്തം ഞാൻ ഫോണിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ അവിടെ അക്കോമഡേഷൻ റെഡിയായി എന്ന് പറഞ്ഞ് എന്നെ അറിയിച്ചു. വീണ്ടും അവർ ടിക്കറ്റിൻ്റെ കാര്യം വന്നപ്പോൾ ലേറ്റാക്കി. അങ്ങനെ വീണ്ടും ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ എപ്പോഴും കളിയാക്കുന്നു, പറയുന്നു. ഞാൻ ശരിക്കും മാനസികമായി ഞാൻ മടുത്തു. ഞാൻ മരിച്ചാലോ എന്ന് വരെ തീരുമാനിച്ച ഒരു സമയമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈശോയ്ക്കും മാതാവിനും ആയിരിക്കും അത് ഒരുപാട് വിഷമം. ഈശോയ്ക്ക് ഒരുപാട് വിഷമിക്കാനിടയാകും. എനിക്ക് നിത്യതയിലേക്ക് എത്താൻ പറ്റത്തില്ല. അങ്ങനെ എൻ്റെ ചിന്തകളൊക്കെ മാറി ദൈവത്തിലേക്ക് തന്നെ ഞാൻ വിശ്വാസം അർപ്പിച്ചു. ഞാനെടുത്ത് ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിച്ചു. വീണ്ടും ഞാൻ 8-ാമത്തെ ഉടമ്പടി പുതുക്കേണ്ട സമയം വന്നു. ജൂലൈയിലാണ് പുതുക്കേണ്ടത്. അപ്പോൾ ജൂൺ 3-ാം തീയതി ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എൻ്റെ ഉടമ്പടി എനിക്ക്
അമ്മയുടെ ഇതിനിടയ്ക്ക് അമ്മയുടെ മുട്ടിൻ്റെ സർജറി കഴിഞ്ഞായിരുന്നു. അമ്മയുടെ 2 മുട്ടും തേയ്മാനം വന്ന് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ അമ്മയുടെ മുട്ടിൻ്റെ സർജറി കഴിഞ്ഞു. അതൊരു കോംപ്ലിക്കേഷന് കൂടാതെ ഇപ്പം അമ്മ നന്നായിട്ട് നടക്കുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് പുറത്ത് പോയി കാരുണ്യപ്രവൃത്തി ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട് എന്നോടുണ്ടെങ്കിൽ, എന്നെ ഒരു പ്രയോജനമില്ലാത്ത ദാസിയായിട്ടാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ ഞാൻ ഈ ഉടമ്പടി പുതുക്കത്തില്ല. പക്ഷേ ഞാൻ ഉടമ്പടി പുതുക്കണമെന്നുണ്ടെങ്കിൽ നീ 1 മാസം സമയം നിനക്ക് തരാം. അതിനുള്ളിൽ എന്നെ ഒരു മഴവിൽ കാണിക്കണം, എൻ്റെ വീട്ടിൽ നിന്ന് കാണാവുന്ന രീതിയിൽ എന്നെ കാണിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു മഴവിൽ രൂപപ്പെട്ടു. അതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മിനിഞ്ഞാന്ന് ജൂലൈ 22-ന് അന്ന് വീട്ടിൽ എപ്പോഴും ഹസ്ബൻഡ് ഇങ്ങനെ ചീത്ത പറയും. ഞാൻ മടുത്തു. ഹസ്ബൻഡ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു. ഇതിനിടയ്ക്ക് ഹസ്ബൻഡ് ഉടമ്പടി എടുത്തായിരുന്നു. എന്നിട്ട് ഹസ്ബൻഡിന് ഒരു അലർജി രോഗം ഉണ്ടായിരുന്നു. നാവിൽ ഇങ്ങനെ തൊലി പോകുന്ന അസുഖമായിരുന്നു. അത് ഉടമ്പടി എടുത്തതിന് ശേഷം അത് മാറിക്കിട്ടി. അതുപോലെ തന്നെ ഹസ്ബൻഡിന് ഫാറ്റി ലിവർ ഗ്രേഡ് 2 ഉണ്ടായിരുന്നു. ഫൈബ്രോ സ്കാൻ ചെയ്തു. 7.6 എന്നൊരു വാല്യൂ ആയിരുന്നു നേരത്തെ. അത് മാറി ഗ്രേഡ് 1-ലേക്കായി. 6.7 എന്ന നോർമൽ വാല്യൂയിലേക്കായി. എന്നിട്ട് മിനിഞ്ഞാന്ന് വീണ്ടും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഞാൻ മുറ്റത്ത് നിന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു. ദൈവമേ, എനിക്കിനി മുന്നോട്ട് പോകാൻ വയ്യ. ഒന്നെങ്കിൽ നീ തന്ന ഈ ജീവശ്വാസം നീ തന്നെ തിരിച്ചെടുക്കണം. ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞാണ് ഈശോയോട് പ്രാർത്ഥിച്ചത്. എന്നിട്ട് ഞാൻ വെറുതെ മുകളിലേക്ക് നോക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിൽ തന്നെ ആയിട്ട് ഒരു മഴവിൽ തെളിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ എൻ്റെ കൂടെയുണ്ട്. ഒരു അരമണിക്കൂറോളം ആ മഴവിൽ അവിടെ നിന്നു. ഞാൻ എപ്പോൾ കരച്ചിൽ നിർത്തിയോ അപ്പോഴാണ് ആ മഴവിൽ അവിടെ നിന്ന് പോയത്. മിനിഞ്ഞാന്ന് രാത്രി അങ്ങനെ എനിക്ക് ജർമ്മനിയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് വന്നു. ജൂലൈ 30 വൈകുന്നേരം 4:50 ഞാൻ കൊച്ചിയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോകും. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത നാൾ മുതൽ എല്ലാ മാസവും ഇവിടെ വരും, പത്രങ്ങൾ വാങ്ങിക്കും. ഞാൻ ഹസ്ബൻഡും ഒരുമിച്ച് പോയി പത്രം കൊടുത്തിട്ടുണ്ട്. 7 കെട്ട് പത്രം വരെയൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ 2 പേരും പത്രം കൊടുക്കുന്നുണ്ട്. അതുപോലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എൻ്റെ സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട്. പണ്ടൊക്കെ ഡെയിലി സ്റ്റാറ്റസായിട്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെയുള്ള ഫോട്ടോയൊക്കെ ആയിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ എൻ്റെ സ്റ്റാറ്റസിൽ കർത്താവിൻ്റെ വചനങ്ങളും ഡെയിലി ബ്രെഡും അതുപോലെ സാക്ഷ്യങ്ങളും ഒക്കെയാണ്. പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. പിന്നെ നിത്യസഹായൻ എന്നൊരു പാവപ്പെട്ട അമ്മമാരെ താമസിക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. അവിടെ ഞാൻ പോയിട്ട് അവർക്ക് വേണ്ട എല്ലാ കെയറും ഞാൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. കുളിപ്പിക്കുമായിരുന്നു, നഖം വെട്ടുമായിരുന്നു, അവർക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പഴയ വസ്ത്രങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ വഴിയരികിൽ ആര് ചോദിച്ചാലും ഞാൻ അവർക്ക് എന്നെക്കൊണ്ടാവുന്ന പോലെ സഹായം ചെയ്യാറുണ്ട്. പണ്ടൊക്കെ ഞാൻ ആരോഗ്യമുള്ളവർ എൻ്റെ നേരെ കൈ നീട്ടിയാൽ ഞാൻ ചിന്തിക്കുമായിരുന്നു ഇവർക്കൊക്കെ പോയി പണിയെടുത്ത് ജീവിച്ചുകൂടെയെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ കൊടുക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി നമ്മുടെ നേരെ കൈ നീട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ അതാണ്. അങ്ങനെ എല്ലാവരോടും എനിക്ക് ഒരു കാരുണ്യപൂർവ്വം ഇടപെടാനുള്ള ഒരു അനുഗ്രഹം ദൈവം തന്നു. പിന്നെ ഞാൻ ബൈബിൾ ഡെയിലി വായിക്കും. ഇതുവരെ മുടക്കിയിട്ടില്ല. പ്രാർത്ഥന ഞാൻ രാവിലെയും വൈകിട്ടും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. കുടുംബ പ്രാർത്ഥന വീട്ടിലുണ്ട്, ഒരിക്കലും മുടങ്ങാറില്ല. പറ്റുന്ന പോലെ മറ്റുള്ളവരിലേക്ക് കാരണം ഒരു 6 പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ കൂടെ പഠിച്ചവരും ഞാൻ പഠിപ്പിച്ചവരും ആയ സ്റ്റുഡൻസൊക്കെ തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കാൻ എനിക്ക് പണ്ടങ്ങനെ ഇല്ലായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി കൊന്തയിൽ ഓരോ രഹസ്യങ്ങളും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെല്ലാം ഇതറിയട്ടെ. സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അനിത ടോണി തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പെടുക്കാനുണ്ടായ കാരണവും താൻ സൗദിയിൽ ജോലി ചെയ്ത സമയവും അതിനെ തുടർന്നാണെങ്കിലും അത് പ്രഗ്നൻസി അത് പോസിറ്റീവാകുകയും എന്നാൽ തുടർന്ന് ആ ജോലിയിൽ നിന്ന് തിരിച്ചു പോരുവാനുള്ള ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നെങ്കിലും ആ ജോലി അവിടെ തന്നെ തുടരുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. കാരണം ഉടമ്പടിയോട് ചേർന്ന് കൊണ്ടുള്ള പ്രാർത്ഥനകളൊക്കെ തന്നെയായിരുന്നു. പിന്നെ മുമ്പോട്ടുള്ള പ്രാർത്ഥനയിൽ നാട്ടിലെത്തിയതിനു ശേഷം മാത്രമേ ഡെലിവറി ആകാവൂ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥന കൂടി ഉണ്ടായിരുന്നു. അത് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് അത് പരിശുദ്ധമ്മ നേരായ ബുദ്ധിമുട്ടുകളെ കടന്നു പോയെങ്കിലും അത് പരിശുദ്ധമ്മ അത് അനുഗ്രഹത്തോടു കൂടി നാട്ടിൽ വന്നതിന് ശേഷം അത് ഡെലിവറി ആകാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. അതിനെ തുടർന്നാണെങ്കിലും
ജർമ്മൻ പഠിക്കുവാനാണെങ്കിലും അത് പാസ്സാക്കുകയാണെങ്കിലും പൂർണ്ണമായിട്ടും തൻ്റെ മെറിറ്റിലൊക്കെ ആശ്രയിക്കുമ്പോഴും അത് പരിശുദ്ധമായ കൃപയിലാണ് തനിക്ക് ലഭിക്കുന്നുള്ള ഒരു വലിയ ബോധ്യത്തിലേക്ക് കടന്നു പോരാണ്ടൊക്കെ സാധിക്കുക ചെയ്തത് അത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള ജീവിതം തന്നെയാണ്. കാരണം തുടർന്ന് പോകുമ്പോഴത്തേക്കും പല കാര്യങ്ങളിൽ നിരവധിയായ തടസ്സങ്ങൾ കടന്നു വരുമ്പോഴും പലവിധ അടയാളങ്ങളിലൂടെയും പിതാവിനോടുള്ള നിർബന്ധ ബുദ്ധിയോടെയൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ കാട്ടിത്തരണമെന്നുള്ളതും. പക്ഷെ അത് മഴവിൻ്റെ രൂപത്തിൽ പരിശുദ്ധ അമ്മ ഈ അടയാളങ്ങളെ കാട്ടിക്കൊടുത്തുകൊണ്ട് തൻ്റെ ഈശോയും മാതാവും കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ അനുഗ്രഹം അനിത ടോണിക്ക് പരിശുദ്ധ അമ്മ നൽകുകയുണ്ടായി. അതിനെ തുടർന്നാണെങ്കിലും ജർമ്മനിക്ക് പോകുവാനുള്ള, കാരണം അതിനു മുമ്പോട്ടുള്ള കടമ്പയായിട്ട് ജീവിത പങ്കാളിയിൽ നിന്നാണെങ്കിലും നാട്ടുകാരിൽ നിന്നൊക്കെ ആണെങ്കിലും ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒരു വലിയ സങ്കടത്തിലൂടെയാണ് കടന്നു പോവുക ചെയ്തത്. എന്നാൽ ആ സങ്കടങ്ങളെല്ലാം വലിയ സന്തോഷമാക്കി പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുക ചെയ്തത് തനിക്ക് പോകാനുള്ള എല്ലാവിധമായ ക്രമീകരണങ്ങളും ഒരുക്കി വെച്ച് കൊടുത്തു എന്നുള്ളതാണ്. കാരണം 2 വർഷത്തെ ഒരു കാത്തിരിപ്പ് ശേഷമാണ് ഈ ജർമ്മനിലേക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഒരുക്കി കൊടുക്കുകയും ചെയ്തത്. കാരണം സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴും തെറ്റായ നെഗറ്റീവുള്ള ചിന്തകളൊക്കെ കടന്നു വരുമ്പോഴും പറയുന്ന കാര്യപ്രകാരമാണ് എൻ്റെ ജീവിതം കണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും വേദനിക്കരുത്, കാരണം നിത്യത ലക്ഷ്യമാക്കിയുള്ള ജീവിതമാണ് എന്നുള്ള തിരിച്ചറിവും ബോധ്യത്തോടു കൂടിയാണ് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ അനിത ടോണി തൻ്റെ സാക്ഷി നമുക്ക് മുമ്പിൽ പറഞ്ഞു വെക്കുക. ഇനി മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ സാക്ഷികളായിട്ട് ഇനിയും ഈ കുടുംബത്തെ മാറ്റട്ടെ എന്നും ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ സാക്ഷികളായിട്ട് ഉയർത്തട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.